ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് അടിപൊളി ചക്ക ഉപ്പേരി ചായയും കൂടി കുടിക്കരുത് ഞങ്ങൾ കാണിക്കാൻ വീഡിയോയിൽ. അപ്പോൾ അതാ ചക്ക ഇതാ വെച്ചിട്ട് നമുക്കത് കഷ്ണങ്ങളാക്കണം. എന്നിട്ട് നമുക്കത് നന്നാക്കി ചുള പറിച്ചെടുക്കണം. ഇതാ ചക്ക വെട്ടി നമ്മൾ ഈ കഷ്ണങ്ങളാക്കിയിട്ട് ഈ പരുവത്തിലാക്കിയിട്ട് ചക്ക അല്ല. അപ്പം നമുക്ക് ഇതിൻ്റെ മൂക്ക് ചെത്തി കൊടുക്കാം. ചുള പറിച്ചിടാം നമുക്ക്. പിന്നെ അതിൻ്റെ ചവണിയൊക്കെ പറഞ്ഞ് നമുക്ക് കഷ്ണങ്ങളാക്കിയെടുക്കാം. ചക്ക നന്നായിട്ട് നന്നാക്കിയിട്ട് ഇതാണ്ട് അത് കഴുകി എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കൊരു ഉരുളിയിലിട്ട് ഇത് വേവിക്കാൻ വെക്കാം. അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി, ഇതിനുള്ളിൽ മതിയിട്ട വറുത്ത ഒരു 1/2 ടീസ്പൂണൊക്കെ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ടാവും ഞാൻ. കുറച്ച് ഉപ്പ് നിങ്ങൾ പാകത്തിന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കത് വേവിക്കാൻ വെക്കാം. ഇത് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. തള വരയ്ക്കും. അല്ലെങ്കിൽ അവിടെ ഇവിടെ ചക്ക വേവ് ചില സ്ഥലത്ത് വേവില്ല. അപ്പം അത് മറച്ച് കൊടുക്കണം. ചക്ക ഇതുണ്ട്. അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാട്ടോ. നമ്മൾ ചക്ക നന്നായിട്ടൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഇത് ഇളക്കിയില്ലെങ്കിൽ ഒരു ഭാഗം വേവില്ല. മറച്ച് കൊടുക്കണം നമ്മൾ. നമ്മുടെ ചക്ക അടിപൊളിയായിട്ട് ഇതാ വെന്തിട്ടുണ്ട് കേട്ടാ. സൂപ്പറായി വെന്തിട്ട് കുഴഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിതൊന്ന് കാച്ചാം. അത് കാച്ചാനായിട്ട് ഞാൻ തന്നെ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ഒരു 4 വറ്റൽമുളക് എടുത്തിട്ടുണ്ട് കേട്ടാ. അപ്പം അതൊന്ന് ചതച്ച് വരാൻ ഞാൻ അപ്പം ഒന്ന് കാച്ചി കൊടുക്കാം. നമ്മുടെ ചക്കര വെന്ത് സെറ്റായിട്ടുണ്ട്. അപ്പം നമുക്കത് ഈ പാത്രത്തിലേക്ക് പകർത്താം ഉപ്പേരി കാച്ചാനായിട്ട്. നമ്മുടെ ചട്ടി റെഡിയായി ചൂടായി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. വെളിച്ചെണ്ണ മൂട്ട് വരുന്നുണ്ട് കേട്ടാ. ഒന്ന് കാഞ്ഞ് വന്നതിന് ശേഷം നമുക്ക് ഇത് മുളകും ചുവന്നുള്ളി വെളുത്തുള്ളി വറ്റൽമുളകൊക്കെ കൂടി ചതച്ചത് അതൊക്കെ ചേർത്ത് കൊടുക്കാം. മുളക് മൂത്ത് വരുന്നല്ലോ കേട്ടാ. നന്നായിട്ടൊന്ന് മൂത്തൊന്ന് വരച്ചേക്കാം. അപ്പോഴേ ഉപ്പേരിക്ക് നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ടാവും. നമ്മുടെ മിളക് ഉള്ളി ചുവന്നുള്ളി വെളുത്തുള്ളിയൊക്കെ കൂടി മൂത്ത് വന്നിട്ട് അപ്പം കറിവേപ്പില ഇട്ട് കൊടുക്കാം. അത്ര അടിപൊളിയായിട്ട് തന്നെ സെറ്റായി വന്നിട്ട്. എന്താ സ്മെല്ല്! മിളക് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും മുഴുവൻ മിളക് നമ്മുടെ വറ്റൽമുളകൊക്കെ ഇങ്ങനെ മൂത്ത് വരുമ്പോഴത്തെ ആ സ്മെല്ല് ഉപ്പേരി കണ്ട
എന്തൊരു ടേസ്റ്റ് എന്നറിയാം ഉണ്ടാവുക. എല്ലാവരും ഇതിനൊന്ന് ഉപ്പേരി വെച്ചൊന്ന് നോക്കി നോക്കിട്ടാ. ചക്ക വറ്റൽമുളക് ഇട്ടിട്ട് ചതച്ചിട്ട് മുളക് പൊടി ഇടുന്നതായിട്ട് എപ്പോഴും ടേസ്റ്റ് ഉണ്ടാവും. നമ്മൾ ഉപ്പേരിക്ക് വറ്റൽമുളക് ചതച്ചിട്ടിട്ട് ഉപ്പേരി വയ്ക്കുമ്പോൾ നല്ല പ്രത്യേക ടേസ്റ്റാണ്. മുളക് പൊടി ഇടുന്നതായിട്ടും ടേസ്റ്റ് ഉണ്ടാവും ഇങ്ങനെ ഉപ്പേരി വയ്ക്കുമ്പോൾ. നന്നായി ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ ചക്കയുടെ എല്ലാ ഭാഗത്തും മുളക് പിടിക്കില്ല, എരി പിടിക്കില്ല. അപ്പം നമ്മുടെ ചക്കപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് കഞ്ഞിയുടെ കൂടെ ചായയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് സൂപ്പറാണ്. ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കിയത് കട്ടൻ ചായയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഞങ്ങൾക്ക് 4 മണിക്ക് കട്ടൻ ചായയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണിത്. ഇതാ നമ്മുടെ ചക്കപ്പേരി റെഡി ആയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ കഴിക്കാനുള്ള ഒരുക്കത്തിലാണ്. ചൂടാറാനായിട്ട് ഇതല്ലേ ഞങ്ങൾ പരത്തി വയ്ക്കണം കേട്ടോ. അതിൻ്റെ കൂടെ ഞങ്ങൾ കട്ടൻ ചായ കളിപ്പിച്ചിട്ടുണ്ട്. അത് കുടിക്കാൻ പോവാണ്. ചക്കപ്പേരി സൂപ്പറാണ്. അപ്പം എല്ലാവരും ചക്കപ്പേരി ഉണ്ടാക്കി ചായ വെച്ചിട്ട് അടിപൊളിയായിട്ട് ചക്കപ്പേരിയും ചായയും കൂടി കുടിക്കുക. ഇപ്പം ചക്ക സീസൺ ആയതുകൊണ്ട് അടിപൊളിയായിട്ട് ചക്ക കിട്ടുന്നൊരു ഈ ഐറ്റംസ് ഒക്കെ നോക്കി നോക്കും. അടിപൊളിയാണ്. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. ഞങ്ങളെ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. ഒപ്പം എന്നും നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമുണ്ട്. എന്നും സപ്പോർട്ട് ചെയ്യണം. ഓക്കെ.